പുതിയൊരു പുലരിയുടെ പ്രകാശം ജനാലപ്പടികളിലൂടെ മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തിയപ്പോൾ സൈബ പതുക്കെ കണ്ണു തുറന്നു. കഴിഞ്ഞുപോയ കാലത്തെ കൈപ്പേറിയ ഓർമ്മകൾക്ക് മുന്നിൽ സ്നേഹത്തിന്റെ ഒരു പുതപ്പ് പുതപ്പിച്ചതുപോലെ അവൾക്ക് തോന്നി. അഷ്റഫുക്കയുടെ സ്നേഹം അവളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകിയിരിക്കുന്നു. താൻ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം പടച്ചോൻ നൽകിയ പ്രതിഫലമാണ് ഈ ശാന്തമായ ജീവിതമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അഷ്റഫിന്റെ ശാന്തമായ ശ്വാസോച്ഛ്വാസം കേട്ടുകൊണ്ട് അവൾ അല്പനേരം കൂടി കിടന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഗൗരവം ഉറക്കത്തിൽ അലിഞ്ഞു പോയിരിക്കുന്നു. സ്നേഹനിധിയായ ഒരു ഭർത്താവും കരുതലുള്ള ഒരു ഉപ്പയും മാത്രമാണ് ഇപ്പൊ അദ്ദേഹം. പതുക്കെ എഴുന്നേറ്റ് അവൾ ജനാലയ്ക്കൽ ചെന്ന് നിന്നു. ദൂരെ പച്ചപ്പുകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ പ്രത്യാശയുടെ 100 പൂക്കൾ വിരിഞ്ഞു. പഴയ വീടും അവിടെ അനുഭവിച്ച ഏകാന്തതയും സുബൈറിന്റെ ആക്രോശങ്ങളും ഇപ്പോൾ ഒരു പേടി സ്വപ്നം പോലെ അകന്നു പോയിരിക്കുന്നു. എങ്കിലും ഇന്നലെ കണ്ട സുബൈറിന്റെ ആ രൂപം അവളിൽ ചെറിയൊരു നൊമ്പരം ബാക്കി വെച്ചിരുന്നു. അയാൾ നശിച്ചു പോയതിൽ അവൾക്ക് സന്തോഷമില്ലായിരുന്നു. മറിച്ച് താൻ സ്നേഹിച്ചിരുന്ന ഒരാൾ ഇത്രയും അധപതിച്ചു പോയല്ലോ എന്ന സഹതാപമായിരുന്നു അവൾക്ക് തോന്നിയത്. കുളി കഴിഞ്ഞ് ഈറൻ മുടിയുമായി അവൾ അടുക്കളയിലേക്ക് നടന്നു. അഷ്റഫുക്കയുടെ ഉമ്മ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. ഉമ്മയുടെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ സൈബയ്ക്ക് സ്വന്തം ഉമ്മയാണ് ഓർമ്മ വന്നത്. ഈ വീട്ടിൽ അവൾക്ക് ലഭിക്കുന്ന അംഗീകാരവും സ്നേഹവും അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ചായ തിളയ്ക്കുന്ന മണത്തോടൊപ്പം വീട്ടിലൊരു പുതിയ ഊർജ്ജം നിറയുന്നത് അവൾ അറിഞ്ഞു. അല്പസമയത്തിനകം അഷ്റഫുക്കയും എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സൈബയോടുള്ള സ്നേഹവും കരുതലും തെളിഞ്ഞു നിന്നിരുന്നു. സൈബ, നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ? അഷ്റഫുക്ക അവളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. ഇന്ന് വല്ലാത്തൊരു ഉന്മേഷം തോന്നുന്നിക്ക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഈ വീടിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്നൊരു തോന്നൽ. അവൾ ഒരു ചിരിയോടെ മറുപടി നൽകി. അഷ്റഫുക്ക അവളുടെ കൈകളിൽ പതുക്കെ അമർത്തി. നിന്റെ ഈ സന്തോഷമാണ് എന്റെ കരുത്ത് സൈബ. നമ്മൾ കടന്നുപോയ വഴികൾ കഠിനമായിരുന്നു. പക്ഷേ ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് പൂക്കൾ നിറഞ്ഞ പാതയിലൂടെയായിരിക്കും. മക്കൾ ഉണരും മുമ്പേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇന്ന് നമുക്ക് അവരെയും കൊണ്ടൊന്ന് പുറത്തു പോവണം. അവരാഗ്രഹിച്ച പോലെ ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാം. അഷ്റഫുക്കയുടെ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ കണ്ണുകൾ തിളങ്ങി. ലോകത്തിലെ ഏറ്റവും നല്ല ഉപ്പയാണ് അഷ്റഫ് എന്ന് അവൾ മനസ്സാലെ പറഞ്ഞു. പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ അവർ തങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരു പുതിയ വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ നീളുന്ന സ്വപ്നങ്ങൾ. താൻ കണ്ട സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഈ യാഥാർത്ഥ്യമെന്ന് സൈബ തിരിച്ചറിയുകയായിരുന്നു. അർഫാൻ മോൻ ഉണർന്ന് ഉമ്മയെ തിരക്കി അടുക്കളയിലേക്ക് വന്നു. ഉമ്മയുടെ ഡ്രസ്സിൽ തൂങ്ങി അവൻ തന്റെ പരാതികൾ പറയാൻ തുടങ്ങി. ഉപ്പ ഇന്ന് പാർക്കിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലേ? അവന്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് അഷ്റഫുക്ക ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. അവൻ ഉപ്പയുടെ കൈകളിലേക്ക് എടുത്തു ചാടി. ഉപ്പയും മകനും തമ്മിലുള്ള ആ ആത്മാന്തം കാണുമ്പോൾ സൈബയുടെ ഉള്ളിൽ തണുപ്പ് പടർന്നു. പ്രഭാത ഭക്ഷണത്തിനു ശേഷം അവർ യാത്രയ്ക്കായി തയ്യാറായി. സൈബ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി എടുത്തുടുത്തു. കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ മുഖത്തെ ആ പഴയ മ്ലാനത മാറിയത് അവർ ശ്രദ്ധിച്ചു. കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം വന്നിരിക്കുന്നു. ഇത് കേവലം ബാഹ്യമായ മാറ്റമല്ല, മറിച്ച് ഉള്ളിലെ സമാധാനം പുറത്തേക്ക് പ്രകടമാകുന്നതാണ്. അഷ്റഫുക്ക മുറിയിലേക്ക് വന്ന് അവളുടെ തോളിൽ കൈവച്ചു. നീ ഇന്ന് വല്ലാതെ സുന്ദരിയായിരിക്കുന്നു സൈബ. അദ്ദേഹത്തിന്റെ ആ പുകഴ്ത്തൽ കേട്ട് അവൾ നാണത്തോടെ തല താഴ്ത്തി. അഷ്റഫുക്കയുടെ സ്നേഹപ്രകടനങ്ങൾ ഇപ്പോഴും അവളിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടാക്കാറുണ്ട്. ആ സ്നേഹം അത്രമേൽ തീവ്രമായിരുന്നു. കാറിലിരുന്ന് മക്കൾ പുറത്തെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെടുന്നത് സൈബ കൗതുകത്തോടെ നോക്കി നിന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി അവൾ ശാന്തമായ ഒരു സ്ഥലത്തേക്കാണ് പോയത്. പുഴയോരത്തെ ആ തണുത്ത കാറ്റും പച്ചപ്പും അവരുടെ മനസ്സിന് കുളിർമ നൽകി. അഷ്റഫുക്ക മക്കളോടൊപ്പം കളിക്കുന്നത് കണ്ടപ്പോൾ സൈബ ഒരു മരത്തണലിൽ ഇരുന്നു. തന്റെ ജീവിതം ഇത്ര മനോഹരമാകാൻ താൻ ചെയ്ത പുണ്യം എന്താണെന്ന് അവൾ ചിന്തിച്ചു. അന്ന് സൈബ ആഗ്രഹിച്ചതുപോലെ തന്നെ അഷ്റഫ് മൊത്ത് ജീവിത സൗഭാഗ്യത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ ആവോളം ആസ്വദിച്ചു. ബീച്ചിലെയും പാർക്കിലെയും കാഴ്ചകൾ കണ്ട് റെസ്റ്റോറന്റിൽ കയറി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ച് രാത്രി ഏറെ വൈകിയാണ് അവർ വീട്ടിലെത്തിയത്. പിറ്റേന്ന് രാവിലെ അഷ്റഫിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അഷ്റഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണത്. സർ, ഇന്നലെ വരാത്തത് കൊണ്ട് ഒരുപാട് പേഷ്യന്റ് ഇന്നേക്ക് ടോക്കൺ എടുത്തിട്ടുണ്ട്. സാർ ഇന്ന് ഉണ്ടാവുമല്ലോ? ആ, ഉണ്ടാവും. അഷ്റഫ് ഫോൺ കട്ട് ചെയ്ത് ബെഡിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, സൈബ ഇന്ന് നേരത്തെ പോകണം. OPയിൽ ഒരുപാട് പേഷ്യന്റ് ഉണ്ടാവും. നീ വേഗം ഭക്ഷണം തയ്യാറാക്കി വെക്ക്, ഞാൻ പെട്ടെന്ന് ഒരുങ്ങട്ടെ. അതും പറഞ്ഞ് അഷ്റഫ് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. സൈബ വേഗം അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അഷ്റഫ് കുളിച്ചൊരുങ്ങി വന്നു. അഷ്റഫിക്ക വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്റെ വണ്ടിയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ച് ദിവസമായി ഈ മനസമാധാനത്തിന്റെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ട്. റംല വന്നു കയറിയപ്പോ തൊട്ട് വല്ലാത്തൊരു എരിപിരിയായിരുന്നു ഉള്ളിൽ. ഇനി തന്റെ ജീവിതത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. അഷ്റഫുക്കയോട് സുബൈർ നേരിട്ട് തന്നെ പറഞ്ഞ കാര്യം അവളിൽ ആശ്വാസമുണ്ടാക്കി. ഒരു കണക്കിന് പറഞ്ഞ അഷ്റഫുക്കയിലും അത് ആശ്വാസം പകരുന്നത് തന്നെയായിരുന്നു. തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സുബൈറിന്റെ ഒരു അപ്രതീക്ഷിത കടന്നുകയറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച അഷ്റഫുക്കക്ക് ഉള്ളിലെ ഭയവും ദുരൂഹതയും അകന്നു പോകാൻ ആ സന്ദർഭം ഉപയോഗപ്പെട്ടു. തന്റെ ജീവിതത്തിൽ മൂടപ്പെടാൻ സാധ്യതയുള്ള കാർമേഘവും മൂടൽമഞ്ഞും അകന്നുപോയിരിക്കുന്നു. റംല എന്ന കാർമേഘവും സുബൈർ എന്ന ദുഷിച്ച മൂടൽമഞ്ഞും മാഞ്ഞു പോയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ തെളിഞ്ഞ ആകാശം പോലെ സുന്ദരമാണ് ഇപ്പോൾ എന്റെ മനസ്സും. ഹോസ്പിറ്റലിലെത്തിയ അഷ്റഫിന് ഒരു ദിവസം ലീവ് എടുത്തതിന്റെ കനത്ത ജോലിയാണ് ബാക്കിയുണ്ടായിരുന്നത്. രാവിലത്തെ റൗണ്ട്സിന് ശേഷം OPയിൽ തന്നെ 60ഓളം പേര് ടോക്കൺ എടുത്തിരിക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും പേഷ്യൻസിനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമുള്ള റൗണ്ട്സും മറ്റും കഴിഞ്ഞ ശേഷം സൈബയെ വിളിച്ച് വീട്ടിലെ വിവരങ്ങൾ സംസാരിക്കവേ മൊബൈലിലേക്ക് ഹോസ്പിറ്റൽ ചെയർമാന്റെ കോള് കയറി വന്നു. അഷ്റഫ്, നാളെ ഷാഹിന എന്ന ലേഡി ഡോക്ടർ ചാർജ് എടുക്കും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ. ബാംഗ്ലൂരിൽ വളരെ ഫേമസ് അവര്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ജോലി വിട്ട് നാട്ടിലേക്ക് വരികയാണ് ഷാഹിന. അപ്പോഴാണ് ഞാൻ അവരെ വിളിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ക്ഷണിച്ചത്. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് വിനീത ഡോക്ടർ ലീവിന് പോകുന്ന ഒഴിവിലേക്കാണ് അവർ വരുന്നത്. ആണോ സർ? ഷാഹിന, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ 2010 ബാച്ച്. അഷ്റഫിനെ അവർക്കറിയാം. ഇയാൾ അവിടെ ആ സമയത്ത് പഠിച്ചതായിരുന്നു. അത് കേട്ടപ്പോൾ അഷ്റഫിൽ ഒരു വിറയൽ ബാധിച്ചു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ പറഞ്ഞു, ഓ മൈ ഗോഡ്, മാംഗ്ലൂരിൽ MBBSന് എന്റെ കൂടെ പഠിച്ച ഷാഹിനെയോ? എനിക്കറിയാം അവരെ. അതുതന്നെ, ഇപ്പൊ നല്ലൊരു പീഡിയാട്രിസ്റ്റാണ് അവര്. അതെ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്. ചെയർമാൻ അബു സാഹിബിനോട് അങ്ങനെ പറയുമ്പോഴും അഷ്റഫിന്റെ ഉള്ളിൽ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? തന്നോട് പകരം വീട്ടാനായിരിക്കുമോ? റംല ചതിച്ചതിൽ പിന്നെ സൈബയുമായ ഒരു ജീവിതം തുടങ്ങിയിട്ടും ഏത് സമയത്തും റംല കയറി വരുമെന്ന ഭയത്താൽ ഇതുവരെ മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അവൾ വന്നു, കൊടുങ്കാറ്റ് പോലെ. എങ്കിലും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയതല്ല. അതിൻ്റെ ഒരു ആശ്വാസത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും കഴുകന്റെ ചിറകടി ഒച്ച പോലെ തൻ്റെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്താൻ ഷാഹിനയുടെ കടന്നുവരവ്. തനിക്ക് മാത്രം എന്താണിങ്ങനെ? റംല വീട്ടിലാണ് തന്റെ മനസ്സമാധാനം തകർത്തതെങ്കിൽ ഈ ഷാഹിന ഇനി ജോലി സ്ഥലത്തായിരിക്കും എന്റെ മനസ്സമാധാനം തകർക്കുക. ഹലോ, എന്താ മിണ്ടാത്തത്? മറുതലയ്ക്കിൽ നിന്നും അബു സാഹിബ് വിളിച്ചു ചോദിക്കുമ്പോഴാണ് അഷ്റഫ് ചിന്തയിൽ നിന്നും ഉണർന്നത്. സാർ, റേഞ്ച് കട്ടായതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിളിച്ചത് ഈ കാര്യം പറയാനല്ല. ഷാഹിന ഡോക്ടർക്ക് താമസിക്കാനുള്ള വീട്, അഷ്റഫിന്റെ വീടിന് മുന്നിലുള്ള ഇപ്പോൾ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുണ്ടല്ലോ, അതാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതിന്നലെ ജോലിക്കാരെ കൊണ്ട് വൃത്തിയാക്കിയിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും കാറിൽ വരുന്ന അവർ ചിലപ്പോൾ 10 മണിയൊക്കെ ആവും അവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ അഷ്റഫ് പോകുമ്പോൾ കൗണ്ടറിൽ നിന്ന് ആ വീടിന്റെ ചാവി ചോദിച്ചു വാങ്ങിക്കൊള്ളൂ. അവർക്ക് ചാവിക്കായി ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. സാർ, അത് ശരിയാണ്. ചാവി കൗണ്ടറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. അവരെത്തിയാൽ കൊടുക്കാം. അന്ന് വൈകിട്ടത്തെ റൗണ്ട്സും കഴിഞ്ഞ് അഷ്റഫ് കൗണ്ടറിൽ നിന്നും ചാവിയും വാങ്ങി വീട്ടിലെത്തി. കുട്ടികളുമൊത്ത് സൈബ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. പോർച്ചിൽ കാറ് വെച്ച് അഷ്റഫ് വീടിനകത്തേക്ക് കയറവേ അർഫാൻ ഓടി വന്നു. അഷ്റഫ് അവനെ പൊക്കിയെടുത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് അഷ്റഫിന്റെ കയ്യിൽ നിന്നും ആ വീടിന്റെ താക്കോൽ താഴെ വീണു. സൈബ വേഗം ആ താക്കോൽ കയ്യിലെടുത്തു. ഇതാരുടേതാണ് ഇക്ക ചാവി? ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ വീടിന്റെ ചാവിയാണ്. ആ വീട്ടിൽ ഇന്നൊരു ലേഡി ഡോക്ടർ താമസത്തിന് വരുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും ഏൽപ്പിച്ചതാണ് ഈ ചാവി. അതിന് അവരെപ്പോഴാ വരിക? അത് കൃത്യമായി അറിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമെന്നാണ് അബു സാഹിബ് പറഞ്ഞത്. സൈബ ആ ചാവി പെട്ടെന്ന് കിട്ടുന്ന പാകത്തിന് മേശപ്പുറത്ത് എടുത്തു വെച്ചു. അത്താഴത്തിനു ശേഷം അഷ്റഫ് ടിവിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. സൈബയാണെങ്കിൽ അഷ്റഫിനരികിലിരുന്ന് മൊബൈലിൽ എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. അഷ്റഫ് ഇടയ്ക്കിടെ ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഷ്റഫിക്ക, നമുക്ക് സിറ്റൗട്ടിലിരിക്കാം. ഡോക്ടർ വന്നാ പെട്ടെന്ന് കാണുമല്ലോ. അത് ശരിയാണ്, അഷ്റഫിനും തോന്നി. സൈബയും അഷ്റഫും ഷാഹിന ഡോക്ടറെ പ്രതീക്ഷിച്ച് സിറ്റൗട്ടിലിരിക്കുകയായിരുന്നു. ഏകദേശം 9:30 മണിയായപ്പോഴേക്കും തുറന്നിട്ട ഗേറ്റിലൂടെ അഷ്റഫിന്റെ വീടിന് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. അഷ്റഫിന് മനസ്സിലായി അത് ഷാഹിന ഡോക്ടർ ആയിരിക്കും. അയാൾ എഴുന്നേറ്റ് നിന്നു, കൂടെ സൈബയും. അതെ, അത് ഷാഹിന ഡോക്ടർ തന്നെയായിരുന്നു. ഷാഹിന കാറിന്റെ ലൈറ്റ് അണച്ച് ഡോറ് തുറന്ന് പുറത്തിറങ്ങി. വെളുത്തു തുടുത്ത സർവാംഗ സുന്ദരിയായ ഒരു തരുണീമണി. കാറിന്റെ ഡോർ തുറന്നപ്പോൾ തന്നെ അതീവ വിലയുള്ള സൗരഭ്യം അവിടെ ആകെ പരന്നു. ചുരിദാറാണ് ഷാഹിന ഡോക്ടറുടെ വേഷം. കണ്ണിൽ സ്റ്റീൽ ഫ്രെയിമുള്ള ഒരു സ്റ്റൈലൻ കണ്ണടയുണ്ട്. അവർ തന്നെയും പ്രതീക്ഷിച്ച് സിറ്റൗട്ടിൽ നിൽക്കുന്ന അഷ്റഫിനെ കണ്ടു. ഹായ് അച്ചു. ഷാഹിന, വാ, കയറി വരൂ. ഒന്ന് കയറിയേക്കാം അല്ലേ? അവര് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഷ്റഫ് സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഷാഹിന അഷ്റഫിന്റെ വീടിനകത്തേക്ക് കയറി. സൈബ വേഗം ജ്യൂസ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഷാഹിന തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മിസ്സിസ് അച്ചു, ഒന്നും വേണ്ട. വരുന്ന വഴിയിൽ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കാർ ഓടിച്ചു വന്നതാണ്. നല്ല യാത്രാക്ഷീണമുണ്ട്. ഇനി കുളിച്ച് ഫ്രഷായി ഒറ്റക്കിടത്താം. രാവിലെ ഹോസ്പിറ്റലിലെത്തി ജോയിൻ ചെയ്യണം. അച്ചുവും അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അഷ്റഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സൈബക്ക് അത്ഭുതമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഏതോ ഒരു ലേഡി ഡോക്ടർ അഷ്റഫിക്ക ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. അവർ ഇത്രയും വേണ്ടപ്പെട്ടവരാണെന്നോ ഇത്രയും അടുപ്പമുള്ളവരാണെന്നോ ഉള്ള കാര്യം പറഞ്ഞില്ല. ഒരുപക്ഷെ തന്നോട് മനഃപൂർവ്വം പറയാതിരിക്കുന്നതായിരിക്കുമോ? തന്റെ ഫ്രണ്ടാണെന്ന് നേരത്തെ പറയാമായിരുന്നില്ലേ? വിളിച്ചത് കേട്ടില്ലേ, അച്ചൂന്ന്. താൻ പോലും ഇതുവരെ അഷ്റഫിക്ക എന്നല്ലേ വിളിച്ചിട്ടുള്ളേ.
ഇത്രയും സ്വാതന്ത്ര്യത്തോടെ അങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇവർ കൂടെ പഠിച്ചതായിരിക്കും. ഏതായാലും അവര് പോട്ടെ, എല്ലാം ചോദിച്ചറിയണം. സൈബ അങ്ങനെ ചിന്തിച്ചു. അച്ചു, ചാവി എവിടെ? ഞാൻ പോയി ഉറങ്ങട്ടെ. ഇതാ ചാവി. അഷ്റഫ് ചാവി എടുത്ത് ഷാഹിനയ്ക്ക് കൊടുത്തു. ഹാളിലാകെ ഷാഹിനയുടെ പെർഫ്യൂം ഗന്ധം നിറഞ്ഞു. ചാവി അവളുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ വെളുത്തു തുടുത്ത ആ കയ്യിലെ മൈലാഞ്ചി ചിത്രങ്ങൾ ഒന്നുകൂടി തിളങ്ങുന്നതായി അഷ്റഫിന് തോന്നി. ചാവിയും വാങ്ങി കാറിൽ കയറി പോകുന്ന ഷാഹിനയെ അഷ്റഫ് ഇമയനക്കാതെ നോക്കി നിന്നുപോയി. സൈബ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തി. ഒരു സ്ത്രീക്ക് ഇത്രയും സൗന്ദര്യവും സൗരഭ്യവും ആകർഷണീയതയും ഒക്കെ ഉണ്ടാവുമല്ലേ? ഒരു പെണ്ണായ തനിക്ക് പോലും അസൂയ തോന്നുന്നു. അത്രയ്ക്കും സൗന്ദര്യ തിടമ്പാണ് ഷാഹിന ഡോക്ടർ. ഷാഹിന തന്റെ വാടക വീടിന്റെ ഗേറ്റിന് സമീപം കാറ് നിർത്തി ഗേറ്റ് തുറന്നു. പുറത്ത് ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ശേഷം കാറെടുത്ത് വീട്ടിലെ പോർച്ചിൽ കൊണ്ടുപോയി വെച്ചു. ഷാഹുലിക്ക വന്ന് ഒക്കെ റെഡിയാക്കിയതാണ്. വാട്സപ്പിൽ വീടിന്റെ ചിത്രങ്ങളും മറ്റും അയച്ചു തന്നിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി വീടിന്റെ സിറ്റൗട്ടിൽ പ്രവേശിച്ചു. അവർ വീടിന്റെ ഡോറ് തുറന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, തൽക്കാലം ഒപ്പിക്കാം. ഒരു ചേഞ്ചിന് വേണ്ടിയാണ് നാട്ടിൽ സർവീസിന് വന്നത്. ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ പൂർത്തീകരിക്കണം. അവർ വീടിനകത്തുള്ള എല്ലാ ലൈറ്റുകളും തെളിച്ചു. മെയിൻ ഹാളും ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ പരിശോധിച്ചു. കൊള്ളാം, തന്റെ ബാംഗ്ലൂർ ഫ്ലാറ്റിനെ പോലെ തന്നെ. അവർ വീണ്ടും പുറത്തിറങ്ങി കാറിന്റെ ഡിക്കി തുറന്ന് കാറിൽ നിന്ന് ലഗേജുകൾ ഓരോന്നും എടുത്ത് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവച്ചു. അപ്സ്റ്റെയറിലെ റൂമാണ് ബെഡ്റൂമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കയ്യിലുള്ള വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗ് തുറന്ന ശേഷം ബെഡ്റൂമിലെ അലമാര തുറന്ന് വസ്ത്രങ്ങൾ ഓരോന്നും അതിൽ വെച്ചു. പിന്നീട് ചേഞ്ചിന് വേണ്ടിയുള്ള വസ്ത്രവും എടുത്ത് അവർ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്ന ഷാഹിന ആ വീടിന്റെ ബാൽക്കണിയിൽ പോയി ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് സംസാരിച്ചു. ബാൽക്കണിയിൽ നിന്നാൽ അഷ്റഫിന്റെ വീട് മുഴുവനായും കാണാം. അതേസമയം സൈബയോടൊപ്പം ഉറങ്ങാൻ കിടന്ന അഷ്റഫിന്റെ മനസ്സിൽ പല ചിന്തകളും മാറിമറിഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ സാധിക്കുന്നില്ല. മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഷാഹിന തന്റെ വീടിന് മുന്നിൽ തന്നെ വീടെടുത്ത് വന്നത്? MBBS പഠിക്കുന്ന സമയത്ത് സംഭവിച്ച ആ കാര്യത്തിന് തന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാണോ? ഷാഹിന ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കാൻ വരുന്നുവെന്ന് അബു സാഹിബ് വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ടുള്ള ആ സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരികയാണ്. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് പോലും അഷ്റഫിന് ഉറക്കം വന്നില്ല. ഇതൊന്നും അറിയാതെ സൈബ സുഖമായി ഉറങ്ങുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ അഷ്റഫ് ഉറങ്ങി. ഷാഹിന അർദ്ധരാത്രി ആയപ്പോൾ ഉണർന്നു. അവർ ബെഡ്റൂമിൽ നിന്നും എഴുന്നേറ്റ് താഴെ ഹാളിലേക്ക് വന്നു. വീടിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഷാഹിന അഷ്റഫിന്റെ വീട്ടിലേക്ക് നോക്കി. പുറത്ത് ലൈറ്റ് ഒരെണ്ണം കത്തുന്നുണ്ടായിരുന്നു. അവർ ആ വീട് ലക്ഷ്യമാക്കി നടന്നു. തുറന്നു കിടക്കുന്ന ഗേറ്റും കടന്ന് വീടിനുള്ളിൽ പ്രവേശിച്ച് അഷ്റഫിന്റെ ബെഡ്റൂമിന്റെ വാതിൽക്കലെത്തി. ലോക്ക് ചെയ്യാതെ ആ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അവൾ അകത്ത് കടന്നു. ഭാര്യയോടൊപ്പം സുഖമായി ഉറങ്ങുന്ന അഷ്റഫിനെ ഒരു നിമിഷം അവർ നോക്കി. അഷ്റഫിനെ കാണുന്തോറും അവരുടെ മുഖം വലിഞ്ഞു മുറുകി. ഭാര്യയോടൊപ്പം സുഖമായി കഴിയുകയാണല്ലേ? പ്രേമത്തിന്റെ ചതിവലൊരുക്കി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതിച്ച് നശിപ്പിച്ച് കടന്നു കളഞ്ഞ ദുഷ്ടനല്ലേ നീ? ആ കോളേജ് ടൂറിന്റെ അവസാന ദിവസം നീ എന്താ എന്നെ ചെയ്തത്? മോഹന വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയുടെ പ്രതീക്ഷകളൊക്കെ വർണ്ണപുഷ്പമായി പൂത്തുലച്ച് അതിലെ പൂമ്പൊടി നുകർന്ന് ഉപേക്ഷിച്ചു പോയവനല്ലേ നീ? നീ അങ്ങനെ സുഖമായി ജീവിക്കണ്ട. ഇന്നും ആ വേദന മനസ്സിൽ പേറി ഒരു ജീവിത ലക്ഷ്യവുമില്ലാതെ കഴിയുന്ന എനിക്കത് സഹിക്കില്ല. ഞാൻ നിന്റെ ഭാര്യ സൈബയെ കൊല്ലും. അതും പറഞ്ഞ് ഷാഹിന ശബ്ദമുണ്ടാക്കാതെ സൈബയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി.